ശൈഖുനയുടെ അടുക്കൽ ചെന്ന് ഞാൻ ശൈഖുനയോട് സങ്കടം പറഞ്ഞു. എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. തങ്ങൾ ഒരാളുടെയും മുന്നിൽ ഔറത്ത് കാണിച്ചു കൊടുക്കണ്ട, ഓപ്പറേഷൻ വേണ്ട, അതിന്റെ ചികിത്സ ഖുർആനിലുണ്ട്, അത് ചെയ്താൽ മതി. അനുഭവിച്ച അനുഭൂതിയുള്ള അനുഭവസ്ഥര് അഹ്ബാബിങ്ങള് അവരുടെ ഹിദായത്തും അവരുടെ അനുഭൂതിയും അവരുടെ ഈമാനും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ഈമാൻ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അഹ്ബാബിങ്ങളായ നമ്മളെ പോലത്തവർക്കുള്ള. അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ. അതിനാണ് നമ്മളൊക്കെ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈഖുനയുടെ ആ ഒരു അത്ഭുതകരമായ ജീവിതം അങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഓർത്തു വെക്കുക, ആരെ കണ്ട് ശൈഖുനെ കണ്ടെന്ന് ചോദിച്ചാൽ അവരോട് എന്ത് ചോദിച്ചാൽ അപ്പം പറയാനുണ്ടാവും. തലശ്ശേരി ഒരു ഹൈദൂർ തങ്ങളെ കണ്ടുമുട്ടി. തങ്ങളോട് ചോദിച്ചാൽ തങ്ങളിപ്പോ ശൈഖുനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എത്ര വട്ടം? ഇത്ര വട്ടം. അന്തോസൊക്കെ കറാമത്ത് തന്നെയാണ്. കണ്ടത് മുഴുവനും കറാമത്തിലാണ്. എന്താണത്? ഓർ പറയാണ്, ഒരിക്കൽ എനിക്ക് വല്ലാതെ ബാസുറയുടെ രോഗമുണ്ട്. ചില്ലറയല്ല, അത് വന്നാലുള്ള ബുദ്ധിമുട്ട് അവർക്കേ അറിയും. രക്തം പോയിട്ടും അതുകൊണ്ടുള്ള വിഷമം ചില്ലറയല്ല. മൂലക്കുരുവിന്റെ രോഗം, വല്ലാത്ത രോഗം. കാണിക്കുന്ന ഡോക്ടർ മുഴുവനും പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയും ഇതിനില്ല, ഓപ്പറേഷൻ നിർബന്ധമാ. എന്ത് ചെയ്യും? ഒരഹിൽ ബൈത്തിൽപ്പെട്ട ഹൈദുർസങ്ങൾ പറയാണ്, ശൈഖുനയുടെ അടുക്കൽ ചെന്ന് ഞാൻ ശൈഖുനയോട് സങ്കടം പറഞ്ഞു. എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. തങ്ങൾ ഒരാളുടെയും മുന്നിൽ ഔറത്ത് കാണിച്ചു കൊടുക്കണ്ട, ഓപ്പറേഷൻ വേണ്ട, അതിന്റെ ചികിത്സ ഖുർആനിലുണ്ട്, അത് ചെയ്താൽ മതി. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ പ്രഖ്യാപനം? ഓപ്പറേഷൻ അല്ലാതെ യാതൊരു വഴിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഡോക്ടർമാരുടെ മുന്നിൽ ആ ഒരു എന്ത് ചെയ്യും അതിന് വിധേയമാകണോ? ശൈഖുനയോട് സങ്കടം പറയുമ്പോഴേക്ക് അതിന് തീരുമാനമാണ്, ഓപ്പറേഷൻ വേണ്ട. ഇന്നും തങ്ങൾ ഹയാത്തുണ്ട് തലശ്ശേരിയിൽ. 33 കൊല്ലം കഴിഞ്ഞു. തങ്ങൾ പറയുന്നു, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ചികിത്സ. എന്താണത്? അലം നശ്റഹ് സൂറത്തും അലം തറ സൂറത്തും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് സുബ്ഹിയുടെ സുന്നത്തിൽ ഓതുക. ഇതായിരുന്നു അന്ന് നിർദ്ദേശിച്ചത്. തങ്ങൾ അത് ഇന്നും ചെയ്തു വരുന്നു. കൊല്ലം 33 കഴിഞ്ഞ് ഇന്ന് വരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ബുദ്ധിമുട്ടാകുന്ന ഒരു രോഗം അതുമായി വന്നിട്ടില്ല. ഭക്ഷണം ആവശ്യത്തിനൊക്കെ സൂക്ഷ്മതയോടുകൂടി കഴിക്കാറുമുണ്ട്. എന്തൊക്കെ അത്ഭുതമാണുള്ളത്! എന്തൊക്കെയാണ് അവിടുത്തെ പ്രഖ്യാപനം നടന്നത്! ആ ജീവിതം ചെറുപ്പത്തിലെ അത്ഭുതമാണ്.